ശബരിമലയിലെ ഇടത്താവളങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എരുമേലി. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കുറയുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ന് വാഹനങ്ങൾക്ക് ഇവിടെ നിയന്ത്രണമില്ല, മറ്റ് ഇടത്താവളങ്ങളിലും വാഹന നിയന്ത്രണമില്ല. തിരക്ക് വർദ്ധിച്ചാൽ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്തൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുവാനായി ജോസി ബാബു ചേരുകയാണ്. ജോസി, സന്നിധാനത്ത് നിന്നും അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ തന്നെ തീർത്ഥാടകർ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എരുമേലി. അപ്പോൾ എരുമേലിയിൽ എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടോ? ജനത്തിരക്ക് അവിടെ ഉണ്ടോ? ഭക്തജനത്തിരക്ക് അവിടെ ഉണ്ടോ? അജി, എരുമേലിയിൽ സ്ഥിതിഗതികൾ വളരെ സുഗമമായാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന എരുമേലി വലിയമ്പലത്തിന് മുൻപിലാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഉള്ള രീതിയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ ഇതിലെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ എല്ലാവരും ഈ വാഹന നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ സുഗമമായി തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്നാണ് വ്യാപാരികളും അയ്യപ്പ ഭക്തരുമൊക്കെയും പറയുന്നത്. എന്തായാലും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയും കൂടുതൽ വാഹനങ്ങൾക്ക് ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ധാരാളമായി വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ തീർത്ഥാടകർ വലിയ പ്രതിഷേധവുമായൊക്കെ എരുമേലിയിൽ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയ സംഘങ്ങളായി പേട്ടതുള്ളി തീർത്ഥാടകർ ഈ റോഡുകളിലൂടെ പോകുന്നത് കാണാം. മറ്റ് വാഹനങ്ങളുമൊക്കെയും സുഗമമായി ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടുകളിലൊക്കെയും ഈ തിരക്ക് കാര്യമായി ഇല്ല, വാഹനങ്ങളുടെ വലിയ തിരക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടാതെ KSRTC ബസ്സുകൾ പമ്പയിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ തിരക്ക് കൂടിയാൽ മാത്രമേ ഇനി എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകൂ എന്നാണ് പോലീസ് പറയുന്നത്. തീർത്ഥാടകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ധാരാളമായി എത്തുന്നുണ്ട് ഇപ്പോഴും. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള ഒരു തിരക്ക് ഇല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. തിരക്കിന് അനിയന്ത്രിതമായി ഉണ്ടായതിനെ തുടർന്ന് ഇടത്താവളങ്ങളിലൊക്കെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മുണ്ടക്കയത്തും വൈക്കത്തും പാലായിലും അടക്കമൊക്കെയും വലിയ തിരക്കായിരുന്നു അനുഭവപ്പെടുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടിരുന്നു. കുമളി കോട്ടയം ദേശീയപാതയിലൊക്കെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പോലീസ് വളരെ ആക്ഷേപങ്ങൾ കേട്ടിരുന്നു. അതോടൊപ്പം ദേവസ്വം ബോർഡ് വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളുമൊക്കെയും ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നതാണ് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം. കൂടാതെ MP ശശി തരൂർ 11 മണിയോടുകൂടി എരുമേലിയിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്.